ഇന്ന് നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 4-ൻ്റെ സെറ്റ് എയിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആൻസർ കീ ആണ്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ആൻസർ വന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 71 മുതൽ 150 വരെയാണ് നമുക്ക് കേട്ടറ്റിൽ സംസ്കൃതത്തിൻ്റെ ഏരിയ കാറ്റഗറി 4-ൽ വരുന്നത്. അപ്പോൾ 71ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രാമായണസ്യ പ്രഥമ കാണ്ഡഃ കഹ. അതിൻ്റെ ആൻസർ ബാലകാണ്ഡമാണ്. അതേപോലെ 72 വേദപുരുഷസ്യ ഹസ്തൗ കഥം ഗണ്യതേ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കൽപ്പഹ. അതേപോലെ 73 അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഖാദിരാജഃ. ഈ ഒരു ശ്ലോകം ഏത് ഗ്രന്ഥത്തിൽ കാവ്യത്തിലുള്ളതാണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, കുമാരസംഭവം. അതേപോലെ അഹം ബ്രഹ്മാസ്മി വാക്യമിതം കസ്യാനുമിതി കസ്യാം ഉപനിഷതി എന്നാണ്. അതായത് അഹം ബ്രഹ്മാസ്മി എന്ന വാക്യം എന്താണ്, ഏത് ഉപനിഷത്തിൽ നിന്നാണ് ചോദിച്ചതെന്നാണ്. അത് 75C ആണ് ആൻസർ, ബൃഹദാരണ്യക ഉപനിഷത്ത്. അതേപോലെ വിശ്വഭാനു ഇതി കാവ്യം കസ്യ ജീവന ചരിതം. ആരുടെ ജീവന ചരിതമാണ് വിശ്വഭാനു എന്ന കാവ്യം? ആരുടെയാണ്? സ്വാമി വിവേകാനന്ദസ്യ. ഓപ്ഷൻ സി ആണ്. അതേപോലെ കർണഭാരസ്യ രചയിത, കർണഭാരത്തിൻ്റെ രചയിതാവ് ഭാസനാണ്. ഓപ്ഷൻ സി ആണ്. അടുത്തത് വേദസ്യ അന്തിമ ഭാഗം, വേദത്തിൻ്റെ അന്തിമ ഭാഗമായിട്ട് പറയുന്നത് ഉപനിഷത്താണ്. അതേപോലെ കിം ഗണേ ന അന്തർഭവതി, ഈ ഒരു ഗണത്തിൽ പെടാത്തത് ഏതാന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? കുമാരസംഭവം. ബാക്കിയെല്ലാം സ്തോത്ര ഗ്രന്ഥങ്ങളുടെ വിഭാഗത്തിൽ വരുന്നതാണ്. ഇനി 79ാമത്തെ ചോദ്യം എന്താണ്? ഭാരത ക്രിക്കറ്റ് ക്രീഡാ സംഘസ്യ ഇദാനീം തനഃ പരിശീലകഃ കഃ. ഓപ്ഷൻ ബി ആണ് ആൻസർ, രാഹുൽ ദ്രാവിഡ്. അടുത്തത് 80ാമത്തെ ചോദ്യം അധോദത്തേഷു മാതൃശബ്ദസ്യ സംബോധന രൂപം കിം. എന്താണ് ആൻസർ? മാതഃ. മാതൃശബ്ദത്തിൻ്റെ സംബോധന രൂപമാണ് ചോദിച്ചത്, മാതഃ. അതേപോലെ 81ാമത്തെ ചോദ്യം അഷ്ടാധ്യായി സൂത്രപാഠേ കതി പാദാഹ സന്ധി. എത്ര പാദങ്ങളാണെന്നാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, 32. അതേപോലെ ആംഗല സാമ്രാജ്യം ഇത് ഗ്രന്ഥഃ കസ്മിൻ കാവ്യഭാഗേ അന്തർഭവതി. ഏത് കാവ്യഭാഗത്തിലാണ് ആംഗല സാമ്രാജ്യം? എവിടെയാണ്? ചരിത്രകാവ്യത്തിൽ ഉൾപ്പെടുന്ന കൃതിയാണ്. അത് 84 ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അതേപോലെ 85 ഗായത്രി മന്ത്രേണ കീർത്യമാനഃ ദേവഃ കഃ. ഓപ്ഷൻ ബി ആണ് ആൻസർ, സൂര്യഃ. 86 യത്ര ദ്വയോഃ സാദൃശ്യരശ്മി ഉല്ലസതി അത്ര കഃ അലങ്കാരഃ. ഏതാണ്? ഓപ്ഷൻ സി, ഉപമ. അടുത്ത ക്വസ്റ്റ്യൻ 82 അധോദത്തേഭ്യഃ ലബന്ധം അവ്യയം ചിത്വാ ലിഖത. ഏതാണ് ആൻസർ വരുന്നത്? ആദായ. അതേപോലെ 83 ഷണ്ണാവതി ഇത്യസ്യ സംഖ്യാരൂപം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്തത് 84 85 നമ്മൾ പറഞ്ഞു. അടുത്തത് 86 എത്ര ദ്വയോ സാദൃശ്യ ലക്ഷ്മി, അതും പറഞ്ഞു. 86 സി ആണ് ആൻസർ വരുന്നത് എന്നുള്ളത് പറഞ്ഞു. അതേപോലെ 87 വൈശേഷിക ദർശനസ്യ ആചാര്യഃ കഃ. എന്താണ്? ഓപ്ഷൻ ബി ആണ്, കണാദഃ. അതേപോലെ 88 കതി പുരാണാനി സന്ധി. സി ആണ് റൈറ്റ് ആൻസർ, അഷ്ടാദശ. അടുത്ത ക്വസ്റ്റ്യൻ 89 ത ബ ജ ജ ഗുരു ഇതി ഗണവ്യവസ്ഥ കസ്യ വൃത്തസ്യ. ആൻസർ ബി, വസന്തതിലക. അടുത്തത് വിദുരനീതിഃ മഹാഭാരതസ്യ കസ്മിൻ പർവാണി അന്തർഭവതി. ആൻസർ ഉദ്യോഗപർവം. ഓപ്ഷൻ സി ആണ് 90ൻ്റെ ആൻസർ വരുന്നത്. അതേപോലെ 91 മുതൽ 96 വരെ എന്താണ്? ഒരു ശ്ലോകം തന്നതിന് ശേഷം അതിനകത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ 91ലുള്ള ആദ്യത്തെ ചോദ്യം മനോരഥൈഹി ഇത്യസ്യ വിഭക്തിഃ ക. അപ്പോൾ ഈ ഒരു ശ്ലോകം വായിച്ചിട്ടാണ് ഇതിൽ നിന്ന് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ മനോരഥൈഹി ഇത്യസ്യ വിഭക്തി എന്ന് പറയുമ്പോൾ ഈ ഒരു ശ്ലോകം അനുസരിച്ച് ഇതിൽ ബി ആണ് ആൻസർ വരുന്നത്, തൃതീയ. അതേപോലെ 92 നിരന്തര പ്രയത്നേന ഇത്യർത്ഥം ശ്ലോകേ പ്രയുക്തം പദം കിം. എന്താണ്? സി, ഉദ്യമേന എന്നതാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത് ആൻസർ ആയിട്ട്.
അടുത്തത് കാര്യാണി കേന സിദ്ധ്യന്തി. അത് 93-ാമത്തെ ചോദ്യം. 93 ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അതേപോലെ 94 സിംഹസ്യ ഇതി പദസ്യ വിശേഷണം ശ്ലോക ചിത്വ ലിഖത. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സുപ്തസ്യ. അതേപോലെ 95 അതോ ദത്തേഷു ക്രിയാപദം കിം. അതോ ദത്തേഷു ക്രിയാപദം കിം എന്ന് പറയുമ്പോൾ ആൻസർ ആയിട്ട് ഓപ്ഷൻ എ ആണ് വരുന്നത്, പ്രവിശന്തി. അതേപോലെ 96 കർത്താ ഇതി പദസ്യ അന്തഃ കഹ. ഋകാരാന്തമാണ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 97 സുപ്തിങ്ങന്തം കിം ഭവതി. എന്താണ് സുപ്തിങ്ങന്തം? പദം എന്നാണ് സൂത്രം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 97 ഓപ്ഷൻ സി. അടുത്തത് യോഗസ്യ അഷ്ടാംഗേഷു അന്തിമഃ കഹ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, സമാധിഹി. അതേപോലെ മേഘ സന്ദേശമിതി സന്ദേശകാവ്യം കസ്മിൻ വൃത്തേ വിരചിതം. ഓപ്ഷൻ സി ആണ് ആൻസർ, മന്ദാക്രാന്തഃ. വദ ഇതി പദസ്യ ലകാരഃ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ലോട്ട് ലകാരം. അടുത്തത് 101 അധോ ദത്തേഷു ശബ്ദാലങ്കാരഃ കഹ. ഓപ്ഷൻ സി ആണ്, യമകം. 102 ഇതി പ്ലസ് ഉക്ത്വ ഇത്യുക്ത്വ അത്ര സന്ധിഹി കഹ. ഓപ്ഷൻ ഡി, യണ് സന്ധിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 103 പുഷ്പമാലാനുഷംഗേണ സൂത്രം ശിരസി ധാര്യതേ കസ്യ അലങ്കാരസ്യ ഉദാഹരണമിതം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, അർത്ഥാന്തരന്യാസം. അതേപോലെ 104 ജിതോ അസി മന്ദ കന്ദർപ്പ മച്ചിത്തേ അസ്തി ത്രിലോചനഃ അത്ര കഹ അലങ്കാരഃ. എന്താണ് 104? ഓപ്ഷൻ ബി ആണ്, കാവ്യലിംഗം ആൻസർ വരുന്നു. അതേപോലെ 105 ബോഹോ വാസവഃ പുത്രസ്യ ധൈന്യം ദൃഷ്ട്വാ അഹം രോദിമി അത്ര വാസവഃ ഇതി കീദൃശം പദം. 105 ബി ആണ് ആൻസർ, സംബോധന പദം. അടുത്തത് 106 ചകാരസ്യ ഉച്ചാരണ സ്ഥാനം കിം. ചകാരസ്യ ഉച്ചാരണ സ്ഥാനം താലു. 106ന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അതേപോലെ 107 ഹോരാശാസ്ത്രം കേന സംബന്ധം. എ ആണ്, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് 108 ദ്രാക്ഷാഫല സമുദായാത് ഏകം ഘാതിത്വ രുചിം ഗുണം ച ജാനാതി അത്ര കഹ ന്യായഃ പ്രവർത്തതേ. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സ്ഥാളീ പുളാക ന്യായഃ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സ്ഥാളീ പുളാക ന്യായഃ ഓപ്ഷൻ സി. അതേപോലെ 109 രന നര ലഘു ഗുരു ഇതി ഗണവ്യവസ്ഥ കസ്യ വൃത്തസ്യ. ഏത് വൃത്തത്തിന്റെ ആണെന്നാണ് ചോദ്യം വരുന്നത്. അത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 110 ബഹുജന ഹിതായ ബഹുജന സുഖായ ഇത് ദേയവാക്യം. ഇതൊരു ദേയവാക്യമാണ്. ഇത് ദേയവാക്യം കസ്യാഹ സംസ്ഥായ. എവിടെയാണ് ഈ ദേയവാക്യം പറയുന്നതാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളതാണ് ചോദിച്ചത്. അതിന്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, ആകാശവാണ്യാഹ. അന്യപദാർത്ഥ പ്രധാനം സമാസമാണ് ചോദിച്ചിരിക്കുന്നത്. ബഹുവ്രീഹി സമാസമാണ്. 111ന്റെ ആൻസർ ബി ആണ് വരുന്നത്. അതേപോലെ 112 സമ്പ്രദാനം കാ വിഭക്തി. സമ്പ്രദാനം എന്ന് പറയുന്നത് ചതുർത്ഥി വിഭക്തിയിൽ വരുന്നതാണ്. 112 സി ആണ് വരുന്നത്. അടുത്തത് ഗുരവേ ഇത്യസ്യ വിഭക്തി ക. ഗുരവേ എന്ന് പറയുമ്പം സി ആണ് ഓപ്ഷൻ വരുന്നത്, റൈറ്റ് ആൻസർ ചതുർത്ഥി. അതുപോലെ 114 കവീനാം നികഷം ഇതി പ്രസിദ്ധം കിം. അത് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 114. അതേപോലെ 115 ഗീതാ ഗോവിന്ദം നാമകം പ്രശസ്തം കാവ്യം കഹ വിരചിതവാൻ. ഓപ്ഷൻ ബി ആണ് വരുന്നത്, ജയദേവഃ. അടുത്തത് 116 2022 തമേ വർഷേ ഉത്തമ ചലച്ചിത്ര നായക പുരസ്കാരേണ സമാദൃതഃ അഭിനേതാഃ കഹ. ഈ ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇതിന്റെ ആൻസർ ബിജു മേനോൻ ആണ് വരുന്നത്. പക്ഷേ ഇതിൽ 4 ഓപ്ഷനിലും അങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ല. അതുകൊണ്ട് തെറ്റാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. അടുത്ത ചോദ്യം നോക്കാം. 117 ദ്രാക്ഷ കസ്മിൻ സസ്യ വിഭാഗേ അന്തർഭവതി. ഏത് വിഭാഗത്തിലാണ് ദ്രാക്ഷ? വീരൂത്താണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം ഗുരുപവന പുരേശം പ്രകീർത്തിയം നാരായണ ഭട്ടതിരിണ വിരചിതം. 118ാമത്തെ ചോദ്യമാണ്. ഈ സ്തോത്രകാവ്യം കിം.
വിരചിതം സ്തോത്രകാവ്യം കിം, ഏത് സ്തോത്രകാവ്യത്തിൽ നിന്നാണെന്നാണ് ചോദിച്ചത്. നാരായണീയം. അതേപോലെ 119 രാധയാ ഗീതം ശ്രവ്യതേ, അത്ര ഗീതം ഇതി പദസ്യ വിഭക്തി ദ്വിതീയ വിഭക്തി. 119 ആൻസർ ഓപ്ഷൻ ബി ആണ്. 120 മധ്യലഘു കഹ ഗണഃ, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, രഗണം. അതേപോലെ 123 ഭാഷാ നൈപുണീഷു ലേഖനാത് പൂർവം കിം ഭവതി, ആൻസർ സി ആണ് വരുന്നത്. അധോദത്തേഷു സംസ്കൃതോത്സവ സ്പർദ്ധാക്ക, പാഠകമാണ് ആൻസർ വരുന്നത്, 124. അതേപോലെ ഗുരുകുല സമ്പ്രദായേ കസ്യ കൗശലസ്യ മഹത്വം, 125, ആൻസർ ഡി ആണ്. 126 ഡേവിഡ് ഓസുബിൾ മഹോശേന ആവിഷ്കൃതാഹ സിദ്ധാന്തഃ കഹ, സി ആണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ സി. 126 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, പ്രാക് സാമാന്യാശയ പ്രതിമാനം. 127 പ്രാഥമികാസ്തരേഷു സംസ്കൃത ഗദ്യ ശിക്ഷണസ്യ ഉദ്ദേശം ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ 127 ഓപ്ഷൻ ബി ആണ് വരുന്നത്, സംസ്കൃത പഠനേ ഛാത്രാണാം രുചേഹേ വികാസഃ എന്നുള്ള ഓപ്ഷൻ ബി. 128 ശിക്ഷണസ്യ കേന്ദ്രബിന്ദു, ഓപ്ഷൻ എ ആണ് ആൻസർ, പാഠപുസ്തകം. അടുത്തത് 129 ചോദ്യം. അധോദത്തേഷു സംസ്കൃതസ്യ കൃതേ അന്തർജാലം ഭവതി നവവാണി, ഓപ്ഷൻ സി ആണ് 129 വരുന്നത്. ജ്ഞാനനിർമ്മിതി വാദാനുസാരം ജ്ഞാനസ്യ നിർമ്മിത കഹ, 130 ഛാത്രഃ ആണ് ആൻസർ വരുന്നത്. അതേപോലെ 131 കേരള വിദ്യാലയ പാഠ്യ ചര്യാ സമിത്യ അധ്യക്ഷഃ കഹ, ഓപ്ഷൻ ബി ശിക്ഷാ സജീവഃ. 132 ഇ ലേണിംഗ് ഇത്യസ്യ സംസ്കൃത പദം, ഓപ്ഷൻ ഡി വൈദ്യുത ശിക്ഷണമാണ് ആൻസർ വരുന്നത്. 133 മൂല്യാങ്കനോപകരണം കിം, ഇവിടെ എ ബി ഡി ഈ 3 ഓപ്ഷൻസും ഈ ഒരു മൂല്യാങ്കനോപകരണമായിട്ട് പരിഗണിക്കുന്നവയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തെറ്റിയിരിക്കാനാണ് സാധ്യതയുള്ളത്. കാരണം ഇവയിൽ പെടാത്തതായിരിക്കണം ക്വസ്റ്റ്യനായിട്ട് വരേണ്ടിയിരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ തെറ്റിയിരിക്കാനാണ് സാധ്യത. അടുത്തത് 134 സംസ്കൃത ഭാഷ കസ്മിൻ ഭാഷാ ഗോത്രേ അന്തർഭവതി, ഏതാണ്? ഓപ്ഷൻ എ ദ്രാവിഡ. അടുത്തത് 135 ബഹുമുഖ സിദ്ധാന്തസ്യ ആവിഷ്കർത്ത കഹ, 135 ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഹോവാർട്ട് ഗാർഡനർ. അതേപോലെ 136 ഉദ്ദേശസ്യ അധിഷ്ഠിത ബോധനം കസ്യ ആശയഃ ഭവതി, ഓപ്ഷൻ ഡി ബ്ലൂം. 137 ദൃശ്യശ്രവ്യോപകരണം കിം, എന്താണ്? ഓപ്ഷൻ ബി ദൂരദർശൻ. 138 ശ്രദ്ധാപരിമിതാനാം ഛാത്രാണാം പരിഗണനായേ അനിവാര്യ ശിക്ഷാക്ക, എന്താണ്? സങ്കലിത ശിക്ഷ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്തത് 138 ശ്രദ്ധാപരിമിതാനാം ഛാത്രാണാം പരിഗണനായേ അനിവാര്യ ശിക്ഷ ക, ഓപ്ഷൻ ബി സങ്കലിത ശിക്ഷ. 139 SCERT ഇത്യസ്യ സംസ്കൃത അനുവാദം കിം എന്നാണ് ചോദിച്ചത്, ഓപ്ഷൻ ഡി ആണ്. എന്താണ്? രാജ്യ ശൈക്ഷിക അനുസന്ധാന പ്രശിക്ഷണ പരിഷത്ത്. 140 കേരളസ്യ DLED സംസ്കൃതം പരിശീലകേന്ദ്ര കുത്ര വർത്തതെ, എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 141 ഹസ്തപുസ്തകം കമുദിശ്യ എന്നാണ് വന്നത്, കിമുദിശ്യ നിർമ്മീയതേ, ഓപ്ഷൻ സി അധ്യാപകം. 142 വർണ്ണമാലാ വിധിഹി കിമർത്ഥം ഉപയുജ്യതേ, എന്താണ്? ഓപ്ഷൻ ബി ആണ് രചനാ ശിക്ഷണായ. 143 സാഹിത്യേന സാകം വ്യാകരണസ്യ ബോധനം ഭവതി ഡാഷ്, ഓപ്ഷൻ ഡി സമീക്ഷ പ്രണാളി. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 144 ഹ്യൂറിസ്റ്റിക് വിദേഹേ പ്രയോക്തഃ കഹ, ഓപ്ഷൻ ഡി ആംസ്ട്രോങ്. 145 ഭാഷാ കൗശലാനി കതി, ഓപ്ഷൻ എ ആണ് ആൻസർ ചത്വാരി. 146 ഉച്ചാരണ ശിക്ഷണ വിധി കഹ, ഓപ്ഷൻ എ പ്രത്യക്ഷ വിധി. കോഷ്ടകാത് ICT ഇത്യസ്യ ഉചിതം സംസ്കൃതപദം ചിത്വാ ലിഖത, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, സൂചനാ സാങ്കേതിക വിദ്യ, ഓപ്ഷൻ സി. അടുത്തത് 148 ബാലകാനാം സ്മരണശക്തി വർധനായ കിം ആവശ്യകം, എന്താണ്? 148 ഓപ്ഷൻ എ ശ്രുതലേഖ ആണ് ആൻസർ വരുന്നത്.
അധോദത്തേഷു കാവ്യശിക്ഷണ വിധിഹി കഹ എന്നാണ് 149ാമത്തെ ചോദ്യം. എന്താണ് ഓപ്ഷൻ ബി ഗണ്ഡാന്വയ പ്രണാളി. ഓക്കെ. 150 ശിക്ഷാ സൂത്രാനുസാരം വിശേഷാത് പ്രതി അഭിലഷണീയ. എന്താണ് ഓപ്ഷൻ സി സാമാന്യം. വിശേഷാത് പ്രതി സാമാന്യം. അങ്ങനെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടെൻറ്റേറ്റീവായിട്ട് ചെയ്തിട്ടുള്ള ഒരു ആൻസർ കീ ആണ്. അപ്പോൾ അതേപോലെ ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്കുള്ള ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഇപ്പം സൂചിപ്പിച്ചു. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. താങ്ക് യു.